അതായത് നമ്മുടെ PR ചെയ്ത് ഞങ്ങളുടെ കല്യാണം ഒന്ന് ഹൈപ്പ് ഉണ്ടാക്കി തരുന്നത് ആരുടെങ്കിലും നിങ്ങൾ ഒരാളടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയുകയോ. ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെയാണ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നത്. 2 ദിവസത്തിന് മുന്നേ ആക്ട്രസ് ആയിട്ടുള്ള ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ കല്യാണമായിരുന്നു. ഈ സമയത്ത് കുറെ മീഡിയാസുകാർ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ആക്ച്വലി കവറേജോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അതായത് ഈ കല്യാണത്തിന്റെ വീഡിയോ കാര്യങ്ങളൊന്നും അവർക്ക് കവറേജ് എടുക്കാനായിട്ട് പറ്റിയില്ല. അത് മാത്രമല്ല, ബൗൺസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം അവർ നേരിട്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ശ്രീവിദ്യയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങൾക്കൊരു മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു. ലിസ്റ്റ് ആൾക്കാരെ കയറ്റുന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ? അത് അറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത്. എടാ നിങ്ങൾ മാറാ ഇതിനകത്ത് മീഡിയക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, കുറച്ച് മീഡിയ സ്പേസ് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മീഡിയാസിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് അറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും മീഡിയാസ് വന്നതെന്ന് അതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പം ഈ പറയുന്ന ശ്രീവിദ്യ ഭയങ്കര ഭയങ്കര ഇമോഷണലി പുള്ളിക്കാർക്ക് ഭയങ്കര ഡൗൺ ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു കല്യാണ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഒഴിവാക്കാമായിരുന്നു. കാര്യം കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ കേട്ടിട്ട് വിഷമിച്ച് കരയുന്നത്. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. എന്തായാലും ചില സമയത്ത് ഈ മീഡിയസുകാർക്ക് എന്ത് സംസാരിക്കണം, എന്തെവിടെ പറയണം എന്ന് അറിയാത്ത കുറെ ബോധമില്ലാത്ത ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മീഡിയസുകാർ ശ്രീവിദ്യ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. അതായത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബൗൺസറിന്റെ ഭാഗത്ത് നിന്ന് ഒരു മീഡിയക്കാരന് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ചേട്ടാ ഞാൻ കേറ്റൂല, എന്ത് മുതലെടുക്കണേ? ആ ഇനി നീ കേറൂലേ? നീ കേറൂല. ഞാൻ പറഞ്ഞേക്കാം. പിന്നെ അപ്പൊ ഇതാണ് ശരിക്കുള്ള കാരണം. എന്തുകൊണ്ട് മീഡിയസാർ ഇങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന ശ്രീവിദ്യ അടുത്ത് ചോദിച്ചു എന്ന് മനസ്സിലായി കാണും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയസുകാർക്ക് അകത്തോട്ട് എൻട്രൻസ് ഇല്ലായിരുന്നു, പുറത്ത് മാത്രമായിരുന്നു എൻട്രൻസ്. പക്ഷേ ഈ മീഡിയക്കാർ പറയണത് ഇവർക്ക് ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതുപോലൊരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന ആൾക്കാരാണ് വരേണ്ടത്, ഇന്ന മീഡിയസുകാർ വന്ന് കവർ ചെയ്യണോ എടുക്കണമെന്നും പറഞ്ഞൊക്കെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ലിസ്റ്റ് ഇട്ട പ്രകാരമാണ് അത്രയും മീഡിയസുകാർ അവിടെ കവറേജ് എടുക്കാനായിട്ട് വന്നത്. ആ വന്ന സമയത്ത് ബൗൺസേഴ്സ് പ്രത്യേകം പറയണത് അകത്തോട്ട് എൻട്രൻസ് ഇല്ല, നിങ്ങൾക്ക് പുറത്തു നിന്ന് എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനകത്തെ ഒരു പുള്ളിക്കാരൻ അകത്തെങ്ങാണ്ട് പോയി ഫോട്ടോയോ വീഡിയോ കണ്ട് എടുക്കാൻ ശ്രമിച്ച സമയത്താണ് ആ പുള്ളിയെ പിടിച്ച് പുറത്താക്കിയിട്ട് ആ പുള്ളിയെ പിടിച്ച് തള്ളിയൊക്കെ ചെയ്തത്. തള്ളിയിട്ട് ആ പുള്ളിയുടെ മുതുകിലെങ്ങാണ്ട് എന്തോ ചെറിയ പാടൊക്കെ ഉണ്ട്, എന്തോ അവിടെ ഭിത്തിയിലൊക്കെ ചെന്ന് ഇടിച്ചിട്ടുണ്ട്. അതിനുശേഷം ആണ് ഈ പറയുന്ന ശ്രീവിദ്യ പുറത്തിറങ്ങി വന്നപ്പം ഈ മീഡിയക്കാർ ഇങ്ങനെയുള്ളൊരു കാര്യം ചോദിച്ചത്. എന്തായാലും ഈ ബൗൺസേഴ്സിന്റെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരെന്തോ വലിയ സംഭവമാണെന്നാണ് അവന്മാരുടെ വിചാരം. കാര്യം സെലിബ്രിറ്റിയെ കാട്ടിയും എന്തോ വലിയൊരു സാധനമാണ്, അതാണ് ഇവന്മാരെന്നാണ് ഇവന്മാരുടെ സ്വന്തമായിട്ടൊരു ചിന്താഗതി. എന്തുകൊണ്ടാണ് അവന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് ഇങ്ങനെ മനസ്സിലാവുന്നില്ല. കാര്യം പല ആൾക്കാർക്കും ഇതുപോലെ ബൗൺസേഴ്സിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സെലിബ്രിറ്റീസിന്റെ മിക്ക കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഈ എയർപോർട്ടിൽ പോകുന്ന സമയത്തായാലും അല്ലാതെ എന്തെങ്കിലും ഫംഗ്ഷന്റെ സമയത്തായാലും ഈ ബൗൺസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ സാധാരണപ്പെട്ട ആൾക്കാരിൽ അടുത്ത് ഭയങ്കര മോശമായിട്ടൊക്കെ ഇവർ ബിഹേവ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ ആണിത്. കാര്യം ഇവനൊന്നും ഇങ്ങനെ പിടിച്ച് തള്ളാനും നിന്നെയൊക്കെ പിടിച്ച് അടിക്കും എന്നൊക്കെ പറയാൻ ഇവനൊന്നും ഒരു അധികാരവും ഇല്ല. ഇവനൊക്കെ ആരാണ് ഈ റൈറ്റ്സ് കൊടുത്തത്? ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സീക്രട്ട് ഏജന്റ് ഈ ഒരു വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റ് കുറച്ച് കാര്യങ്ങൾ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മീഡിയാസിനെ മാറ്റിയത് ഉള്ളിൽ കയറാൻ സമ്മതിക്കാഞ്ഞത്. അപ്പോൾ അടുത്ത ചോദ്യം, മീഡിയ സ്പേസ് എന്തുകൊണ്ട് തന്നില്ല? മീഡിയയ്ക്കൊരു സ്പെഷ്യൽ സ്പേസ് എന്തുകൊണ്ട് വെച്ചില്ല, തന്നില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് ലിസ്റ്റ് എടുത്തതല്ലേ എന്ന് ചോദിക്കുന്നു. സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു മീഡിയ കോർഡിനേഷൻ നടന്നിട്ടുണ്ട്.
ഇൻവൈറ്റ് ചെയ്യാതെ വന്നതല്ല എന്നുള്ള കാര്യമാണ് അതെന്ന് മനസ്സിലായത്. ഇവരെ ആരോ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഈ മീഡിയാസിൻ്റെ ലിസ്റ്റ് ഫുള്ള് എടുത്തിട്ട് അവരവിടെ എത്തിച്ചു. ഞാൻ ഈ മീഡിയാസിലുള്ള കുറച്ച് എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഈ മീഡിയാസിൽ. ഞാൻ അവരെ വിളിച്ച സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മണിക്കൂറുകളോളം ഇവർ കാത്തു നിന്ന് വെയിലും മഴയും കൊണ്ടിട്ടൊക്കെയാണ് അവരവിടെ നിന്നത്. അവർക്കൊരു പ്രോപ്പർ അറ്റൻഡ് ചെയ്യാൻ അവിടെ ഒരാൾ വന്നില്ല. ഡെഫിനറ്റ്ലി കല്യാണ പെണ്ണിനും ചെക്കനും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ആരാണോ കോർഡിനേറ്റ് ചെയ്ത് അയാളുടെ മിസ്റ്റേക്ക് ആയിരിക്കും. അയാൾക്ക് ഈ വന്ന മീഡിയാസിനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പം മുടിയൻ്റെ കല്യാണത്തിന്, ഋഷിയുടെ കല്യാണത്തിന് ഞാൻ കണ്ടൊരു കാര്യം, റിസപ്ഷൻ്റെ ടൈമിലൊന്നും ഒരു മീഡിയാസിനെ അകത്ത് അലോ ചെയ്തില്ല. അവർ ഓൾറെഡി പറഞ്ഞു മീഡിയ ഇല്ല. ഇതിനകത്ത് ഈ സായി പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷൻ നടന്നിട്ടില്ല. കാര്യം ഈ ബൗൺസേഴ്സിനെ ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്യണത് ഇവന്റ് മാനേജ്മെന്റ് ടീമാണ്. അപ്പം അത് മാത്രമല്ല, ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് വേറൊരാൾ അവിടെ കാണുകയും ചെയ്യും. കാര്യം മീഡിയാസിനെ ഹാൻഡിൽ ചെയ്യാനും, കാര്യം മീഡിയാസിന് ബൈറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളായാലും അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളായാലും പല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് അവിടെ ആൾ കാണും. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കോർഡിനേഷൻ നടന്നിട്ടില്ല. ഇതാണ് ഈ ഒരു വിഷയത്തിൽ സായി പറഞ്ഞത്. പിന്നെ ഇത് കഴിഞ്ഞിട്ടും സായി ഇതിനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ സംഭവിക്കുക അറിയാം? മീഡിയാസിനെ ഇൻവൈറ്റ് ചെയ്യും, കല്യാണത്തിന് മീഡിയ വരും. കല്യാണത്തിന് എത്തുമ്പോൾ മീഡിയയുടെ എണ്ണം കാണുമ്പോൾ ഇവർ തന്നെ എന്താ പറയുന്നത്, ഈ കല്യാണത്തിന് വിളിച്ച ടീം തന്നെ മീഡിയനെ കയറ്റണ്ടെന്നും പറയും. ഏത് ബൗൺസേഴ്സിനോട് പറയും ഒറ്റ മീഡിയനെ അകത്ത് വിടരുത്. ഈ വീഡിയോ ഇവരിട്ടപ്പോൾ ഇതിനടിയിൽ ഈ ബൗൺസർ, ഈ തള്ളി മാറ്റിയ ബൗൺസർ ഇട്ട കമൻ്റാണ്, ഈ വീഡിയോ കാണുന്ന ബൗൺസർ ഞാനൊരു മീഡിയ കാര്യം കയറ്റരുതെന്ന് അവരുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇവൻ മാത്രം അകത്തേക്ക് കയറി വീഡിയോ എടുത്തു. ഞാൻ അവനോട് ചീത്ത പറഞ്ഞപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു, അവൻ ഇറങ്ങിയില്ല. അതിനവിടെ സംഭവിച്ച പിന്നീട് ഞാൻ ചെന്ന് അവനോട് സോറിയും പറഞ്ഞതാ. ഓക്കെ, അതായത് മീഡിയക്കാരെ കയറ്റണ്ട എന്നുള്ള നിർദ്ദേശം കല്യാണത്തിൻ്റെ അവിടുന്ന് കൊടുത്തതാണ്. എന്നാലും അവൻ കയറി എടുത്തു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, സോറി പറഞ്ഞു, അതോടെ തീർന്നതാണ് ആ ബൗൺസർ ഇട്ടിട്ടുള്ള കമൻറ്റ്. ഓക്കെ, ഇത് ഞാൻ പറയട്ടെ, ഇവിടെ മീഡിയനെയും കുറ്റം പറയാൻ പറ്റൂല, ബൗൺസറിനെയും കുറ്റം പറയാൻ പറ്റൂല, ഈ പറഞ്ഞ കല്യാണത്തിൻ്റെ പാർട്ടീസിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ ഇവൻ്റ് ലൈക്ക് കുറച്ചൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണോ നാട്ടുകാരിലേക്ക് ഈ സാധനം എത്തണം എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടായിരിക്കും മീഡിയനെ വിളിച്ചു വരുത്തുന്നത്. പക്ഷേ ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ഈ ബ്ലെയിം ഫുള്ള് പോകുന്നത് ഈ വരുന്ന മീഡിയക്കാരുടെ തലയിലാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാവരും ഈ മീഡിയക്കാരെ കുറ്റം പറയുമ്പോഴും ഞാൻ ഇവരെ എഫേർട്ട് കാണുന്ന ഒരാളാണ്. ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെയാണ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നത്. ഇതിൽ സായി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഈ മീഡിയസുകാരെ ടിഷ്യൂ പേപ്പർ പോലെയാണ് കാണുന്നത്. കറക്റ്റാണ്, ഉള്ള കാര്യം തന്നെ അത്. കാര്യം പല സെലിബ്രിറ്റീസും അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാര്യം അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെയാണ് കാണിക്കുന്നത്. കാര്യം ഇവർ വെയിലും കൊണ്ട് മഴയും കൊണ്ട് പലയിടത്തും പോയി വീഡിയോ എടുത്ത് ഇവർക്ക് ബേസിക്കലി ഇതിനകത്തൊന്നും വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് ഒന്നും ഇല്ല. എന്നാലും ഇവർ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യണം, ബാക്കിയുള്ളവരുടെ വായിരിക്കുന്ന കേക്ക് ചെയ്യണം എന്ന് പറയുന്നത് അത് ഇത്തിരി കഷ്ടമാണ്. പിന്നെ ഇവർ കൊടുക്കുന്ന തംബ്നെയിൽസും കാര്യങ്ങളും ചില സമയത്ത് അത് നമുക്ക് അങ്ങോട്ട് ആർക്കും യോജിക്കാൻ പറ്റത്തില്ല. അത് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടിയായിരിക്കും. പക്ഷേ ഇവർ ഇതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഈ മീഡിയസുകാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ചിന്തിക്കും ഇവനൊന്നും നാണമില്ലേ ക്യാമറയെ തൂക്കിക്കൊണ്ട് നടക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരുന്ന് കമൻറ്റ് ചെയ്യും. അവർക്കും എന്തെങ്കിലും എന്താ പറയണ്ട, അവർക്ക് ഈ എന്തെങ്കിലും കണ്ടന്റോ കാര്യങ്ങളോ എടുത്തു കഴിഞ്ഞാൽ അവർക്കും പേഴ്സണലി ഇതിനകത്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉള്ളൂ. അപ്പം ഈ സെലിബ്രിറ്റീസ് ആയാലും ബാക്കിയുള്ളവരായാലും ഇവരെ യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനകത്ത് അവൻ പറഞ്ഞതിനകത്ത് ഞാൻ 100% ഈ ഒരു വിഷയത്തിൽ യോജിക്കുന്നു. അപ്പം എന്തായാലും ബാക്കിയോടെ കേട്ടു നോക്കാം. ഉള്ള കാര്യം തുറന്നു പറയാലോ, ഒരു സ്ഥലത്തേക്ക് ഒരു ഇവൻറ്റിന് ഒരു ഫംഗ്ഷനോ ഇവരെ വിളിക്കും. ഇവരെ വിളിച്ചിട്ട് ഒരു നേരം ഒരു ഫുഡ് കഴിച്ചോ, ഇവരെങ്ങനെയാണ് നിൽക്കുന്നത്, എത്ര മണിക്കൂർ ഒന്ന് വന്നു, ഇതൊന്നും നോക്കില്ല. മനസ്സിലായോ? എന്നിട്ട് ലാസ്റ്റ് ഇവരൊരു വീഡിയോ ഇടുമ്പോൾ കുറ്റം മൊത്തം ഇവരെ തലയിൽ. ഇത് ഇൻവൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കുന്ന അങ്ങനത്തെ ഒരു സ്കീം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർ ഇത് കാണുന്ന വഴിക്ക് എല്ലാ പേജിനും കയറിയിട്ട് ഈ തെണ്ടിയാൾ എന്തിനാ പോണേ, നാണമില്ലേ നിങ്ങൾക്ക് അവിടെ പോകാൻ, നിങ്ങൾ എന്തിനു പോകുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഏറ്റവും കൂടുതൽ കമൻറ്റിൽ വരിക. അപ്പോൾ സായി പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഈ സെലിബ്രിറ്റീസ് ടിഷ്യൂ പേപ്പർ പോലെയാണ് ഈ പറയുന്ന മീഡിയാസിനെ കാണുന്നതെന്നെല്ലാം അതൊക്കെ പച്ചയായിട്ടുള്ള എന്ത് പറയണ്ട, അതൊക്കെ പരസ്യമായിട്ടുള്ള രഹസ്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് ശേഷം ഈ പറയുന്ന ശ്രീവിദ്യയും ഈ ഹസ്ബൻഡായിട്ടുള്ള പുള്ളിക്കാരനും കൂടെ ചേർന്നിട്ട് മീഡിയയ്ക്കൊരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ വെഡിങ് റിസപ്ഷൻ എങ്ങാണ്ടായിരുന്നു ഇന്നലെ. അന്നേരമായിരുന്നു ഈ മീഡിയക്കാർക്ക് ഒരു കവറേജ് കൊടുക്കുമ്പം സായിയുടെ വീഡിയോ കണ്ടിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സായിയുടെ വീഡിയോ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു എന്നും സായി പറയുന്നു ടിഷ്യൂ പേപ്പർ പോലെയാണ് മീഡിയാസിനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞതൊന്നും അവർക്ക് അത്ര അങ്ങോട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്.
സായി സത്യം പറഞ്ഞാൽ ഇത് പൊതുവെ പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഈ പറയുന്ന ശ്രീവിദ്യയും അവരുടെ ഹസ്ബൻഡും മീഡിയ ഒരിക്കലും ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ല പറഞ്ഞത്. ബിക്കോസ് അവരങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല പറയുന്നത്. കാര്യം പല പല സെലിബ്രിറ്റീസിൻ്റെയും രീതി അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് വളരെ പേഴ്സണലി അറിയാത്തത് കൊണ്ടായിരിക്കും പല ആൾക്കാർക്കും അതിനെ പറ്റിയിട്ട് ധാരണയില്ലാത്തത്. അപ്പോൾ ഈ സംഭവം ശരിക്കും സായിയും ഞാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് സായിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അടി എന്നുള്ളൊരു രീതി തന്നെയാണ്. കാര്യം അവൻ്റെ പല കാര്യങ്ങളിനകത്തോട്ട് എനിക്ക് യോജിക്കാനേ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ അത് പറഞ്ഞിട്ടുമുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിനകത്ത് ഈ സായി പറഞ്ഞതിനകത്ത് എനിക്ക് വലിയ തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ശ്രീവിദ്യയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പക്ഷെ നിങ്ങൾ എല്ലാവരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി, ഭയങ്കര സങ്കടം തോന്നി. അപ്പൊ ഇന്നലെ കല്യാണത്തിന്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കാരണം എന്തൊക്കെയോ സംഭവിച്ചു, നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എൻ്റെ കല്യാണത്തിനെന്ന് നിങ്ങൾ വന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു, അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു മൊമെന്റ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എവിടുന്നോ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് പാളി പോയി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബറിൽ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമമായി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതെന്ന്. നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തു, എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ, അല്ലേ? പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്കറിയില്ല, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലിസ്റ്റിന്റെ കാര്യം ചോദിച്ചില്ലേ, ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് ഏട്ടൻ്റെ അടുത്ത് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ എല്ലാവരും പറഞ്ഞു, പക്ഷെ ക്യാമറ ഇല്ലാതെ വരണം, ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ. എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിലെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ്. അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്, ഭക്ഷണം കഴിക്കാതെ ആരും പോരുത്, അതെനിക്ക് നിർബന്ധമാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങൾ എത്രയും പേരുണ്ടെന്ന് കണ്ട് ഞാൻ അകത്തേക്ക് കയറ്റി. അങ്ങനെയാണോ സംഭവിച്ചത്? ആണോ? അല്ല, നിങ്ങൾ പറ, അങ്ങനെയാണോ സംഭവിച്ചത്? അല്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി, നിങ്ങൾ എന്തായാലും എൻ്റെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? ഓക്കെ, അപ്പം ശ്രീവിദ്യ വിളിച്ചു വരുത്തിയിട്ടല്ല അവരവിടെ ചെന്ന് എന്ന് വ്യക്തമാണ് ഈ ഒരു കാര്യത്തിൽ. ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ ഈ ലിസ്റ്റ് കൊടുത്തത് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് ഇവർ ഇട്ട് കൊടുത്തതെന്നാണ് പറയുന്നത്. അല്ലാതെ മീഡിയാസുകാരെ ഒരിക്കലും ഇങ്ങനെയുള്ള കവറേജ് എടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മീഡിയ ഗ്രൂപ്പിൽ നമ്മളൊരു ലിസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആർക്കെങ്കിലും അറിയാമോ അത് ഭക്ഷണം കഴിക്കാൻ തന്നെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മീഡിയാസിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഞാൻ ഈ ഒരു വിഷയത്തിൽ കാണുന്നില്ല. ഈ ഒരു വിഷയം കോർഡിനേറ്റ് ചെയ്ത ആരാണോ ആ പുള്ളിയുടെ കയ്യിലെ മിസ്റ്റേക്ക് തന്നെയാണിത്. അല്ലാതെ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് തോന്നുന്നില്ല സായി വലിയ തെറ്റായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് അവൻ സംസാരിച്ചത്. തെളിവാക്കിയുടെ കണ്ടുപോകാം. നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് തരണമെന്ന് ആരുടെങ്കിലും പറഞ്ഞു. എന്റെ PR വർക്ക് നമ്മുടെ PR ചെയ്ത് ഞങ്ങളുടെ കല്യാണം ഒന്ന് ഹൈപ്പ് ഉണ്ടാക്കി തരണമെന്ന് ആരുടെങ്കിലും നിങ്ങൾ ഒരാളടുത്തെങ്കിലും ഞങ്ങൾ പറയുകയോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് കളയുകയോ ഈ പറഞ്ഞ ആ സ്പെസിഫിക് യൂട്യൂബർ പറഞ്ഞ അങ്ങനെയാണ് നിങ്ങളെല്ലാം ഞങ്ങൾ വിളിച്ചു നിർത്തി. എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ തന്നെ എന്താ പറയുക ഗുണ്ടകളെ വെച്ച് അല്ല ഗുണ്ടായിസം കാണിച്ചു എന്നാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയുമോ? എല്ലാരും കൂടെ നമുക്കറിയത്തില്ലായിരുന്നു. ആ ലിസ്റ്റ് തന്നത് എന്തിനാന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിലായിരുന്നു. ഒരു പാസ് അടിക്കണമായിരുന്നു ഞങ്ങൾക്ക്, കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. അകത്തേക്ക് പാസ് തന്നിട്ട് ഒരു മീഡിയക്ക് ഒരു പാസ് സോ ദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് തന്നതും. അതിന് വേണ്ടിയിട്ടാണ് ആ പാസ് അടിച്ചത്. പാസ് കണ്ടായിരുന്നല്ലോ ഇല്ല, അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാസ്. പക്ഷേ ഈ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും രാവിലാണ് ഹാൻഡിൽ ചെയ്ത്. പിന്നെയാണ് നിങ്ങൾ വെച്ച ലിസ്റ്റിന്റെ കാര്യം എന്താ നമുക്ക് ഭയങ്കര വിഷമമായി പോയി നമുക്ക്. അല്ല, ഇതിനകത്ത് ഈ ടിഷ്യൂ പേപ്പറിന്റെ കാര്യം ഇവര് ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്തു എന്നല്ല പറയുന്നത്. പലയിടത്തും ചെന്ന് മീഡിയാസുകാർക്ക് ഇതുപോലുള്ള അനുഭവങ്ങളാണ് നേരിടുന്നത്. പലരുടെയും സ്വഭാവങ്ങൾ അങ്ങനെയാണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ഇവർ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്തെന്നോ ഇവർ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചോ എന്നുള്ള രീതി പറയുന്നില്ല. അതിനകത്ത് പറഞ്ഞത് പ്രോപ്പർ കോർഡിനേഷൻ നടന്നിട്ടില്ല എന്നാണ് ഈ പറയുന്ന സായി പറഞ്ഞിരിക്കുന്നത്. എനിക്കും അങ്ങനെയാണ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. സംഭവം ശരിയാണ്, എനിക്ക് അവനെ കണ്ടുകൂടാ, ഞാൻ അവനെ തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവൻ്റെ ഭാഗത്ത് ന്യായം ഉള്ളതുപോലെയാണ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നത്.
എന്തായാലും ഇവരുടെ ഈ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് നിന്നൊരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി കാരണം ഈ മീഡിയാസുകാർക്ക് ഇതെല്ലാം സംഭവിച്ചത്. കാര്യം ഈ ബൗൺസേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള പിടിച്ച് തള്ളലായാലും അടിയായാലും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു കല്യാണം നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ളവന്മാർ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ആർക്കായിരിക്കും നാണക്കേട് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാര്യം സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാര്യം ഈ പറയുന്ന ശ്രീവിദ്യയ്ക്കും ശ്രീവിദ്യയുടെ ഫാമിലിക്കും എല്ലാവർക്കും കൂടി അതൊരു നാണക്കേടുണ്ടാകുന്ന പരിപാടിയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇതിനകത്തൊരു വിഷയത്തിൽ പറയാനുള്ളത്, ഈ ദൈവത്തെ ഓർത്ത് ഈ ബൗൺസേഴ്സ് എന്ന് പറയുന്നവന്മാരെ ഉണ്ടല്ലോ, അനാവശ്യമായിട്ട് ഇവന്മാരെ ഒന്നും വിളിച്ചിരുത്തിയിട്ട് ഇത്രയും ഷോ ഓഫ് കാണിക്കേണ്ട കാര്യമില്ല. ഇവന്മാരൊക്കെ ചുമ്മാതെ വന്നിരുന്നിട്ട് കുറച്ച് മസിലും കാണിച്ചിട്ട് ഇവന്മാരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ഇവന്മാരൊക്കെ വന്നിരുന്ന് പെരുമാറുന്നത്. ലോക പൊട്ടന്മാരാണ് ഇവന്മാർ. കാര്യം ഈ പുള്ളിക്കാരനെ പിടിച്ച് തെള്ളിയിട്ട് എല്ലാത്തിനെയും അടിക്കും എന്നൊക്കെ പറയാനായിട്ടൊന്നും ഇവന്മാർക്കൊന്നും ഒരു റൈറ്റ്സും ഇല്ല. ഇവന്മാർക്ക് ആരാണ് റൈറ്റ്സ് കൊടുത്തത് അടിക്കുമെന്നും എടുക്കുമെന്നും പറയാനായിട്ട്? ഇതുപോലെ കുറേ വിവരം കിട്ടവന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളെടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്ന് ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു, സംസാരിച്ചു. കാരണം നിങ്ങളെല്ലാവരും എനിക്കറിയാം. പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും, പക്ഷെ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല. അതിന് ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം. ഇത് രാഹുലിന്റെ ഫംഗ്ഷനാണ്. അതെന്നുള്ളത് എനിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ തന്നെയല്ലേ നിങ്ങളെ എല്ലായിടത്തും പറഞ്ഞത് നിങ്ങളോട് വരണം, നമുക്കിന്ന് ഭക്ഷണം കഴിക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയല്ലേ വിളിച്ചേ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ എത്ര നാളായോ നമ്മൾ കാണാൻ തുടങ്ങി? ഇല്ല, എന്തെങ്കിലും ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ കല്യാണം ഹൈപ്പ് തരൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു വരുത്തി. പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് നിങ്ങളാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രശ്നം ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കല്യാണമായി നമ്മുടെ തലയിലേ വരും. മീഡിയക്ക് ഒരു ഗ്രൂപ്പിൽ ലിസ്റ്റ് ഇട്ടിട്ട് മീഡിയക്ക് കവർ ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ആണെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല. എന്റെ അറിവിൽ അത് ഭക്ഷണത്തിന് മീഡിയക്ക് ഗ്രൂപ്പിൽ ഒരു ലിസ്റ്റ് ഇട്ടിട്ട് ഇതുപോലെ ഞങ്ങളെ വിളിച്ചു വരുത്തിയതാണ്, അല്ലാതെ അത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന്. ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറയുന്ന ശ്രീവിദ്യയ്ക്കും ശ്രീവിദ്യയുടെ ഹസ്ബൻഡിനും ഇതിനകത്ത് വലിയ റോളില്ല. ഇതിൻ്റെ ഇടയിൽ നിന്ന വ്യക്തിയാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ മീഡിയസാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല. ഇത് മീഡിയ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, ഇത് ഇവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇങ്ങനെ ഒരു ലിസ്റ്റ് വന്നതും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവർ പോകുന്നതും ഇവർക്ക് ആ ഒരു ബൈറ്റ് കിട്ടാതെ അവിടെ അത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഇതാണ് ശരിക്കും ഇതിനകത്ത് നടന്ന സംഭവം. ഇതിനകത്ത് ഈ ഒരു ചോദ്യത്തിൽ തന്നെ അത് വ്യക്തമാണ്. ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം, ഒരു മീഡിയക്ക് ഒരു പാസ് എന്നുള്ള രീതിയിൽ. നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ? എനിക്ക് പാസില്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരും കഴിച്ചില്ലാന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഗ്രൂപ്പിലെ അങ്ങനെ കൗണ്ട് ചെയ്യുന്നത് കല്യാണത്തിന് സാരി എടുക്കാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് എൻട്രി എടുക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് മീഡിയക്ക് പ്രത്യേക സ്ഥലത്താണ്. ജിപിയുടെ കല്യാണത്തിനായാലും അങ്ങനെ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച ഇത്രയും മീഡിയ വന്നത്. പക്ഷെ മട നനഞ്ഞിട്ട് പോലും ഞങ്ങളെ അവിടെ പോലും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു. ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. എന്റെ ഫോൺ മുകളിലാണ്. എനിക്കൊരു സ്ക്രീൻഷോട്ട് തന്നു. അതായത് ഇന്ന് തീയതി ശ്രീവിദ്യയുടെ കല്യാണം നടക്കാണ്, നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാന്നും പറഞ്ഞ് എനിക്ക് രാജേട്ടൻ അയച്ചതാണ്. രാജേട്ടന് അല്ലേ, നമ്മുടെ രാജേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത്, ഇന്ന ഡേറ്റിന് കല്യാണമാണ്, അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രിയും ഞങ്ങളുടെ രണ്ടുപേരുടെ എൻട്രിയാണ്, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളി ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു. കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ, എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്ന് പറയട്ടെ, മൂന്നാമതൊരാൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. ഇത് നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. PR വർക്കിന് ഉപയോഗിക്കുക, പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക. എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളെ അടുത്ത് പറഞ്ഞു, ഇല്ല കണ്ടന്റ് കിട്ടിയാൽ മതി, അതാണ് ഞങ്ങളുടെ അന്നെന്ന്. ഓക്കെ, അപ്പം ഇതിൽ അവർ പറയുന്നുണ്ട്, ഒരു വാട്സാപ്പിൽ അയച്ച ആ ഒരു സ്ക്രീൻഷോട്ടിനകത്ത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അകത്തെ ബൈറ്റ് കിട്ടത്തില്ല, പുറത്ത് നിന്നായിരിക്കും വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷൻ്റെ പ്രശ്നം തന്നെയാണ്, അല്ലാതെ ഈ പറയുന്നതിനും വേണ്ടി വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ കാര്യത്തിനകത്തോട്ട് അവൻ ശരിക്കും പറഞ്ഞാൽ അവൻ പൊതുവേ എല്ലാവരുടെയും ഒരു രീതി അങ്ങനെയാണെന്നാണ് അവൻ പറയുന്നത്. അവരും പറയുന്നത് ഇതൊക്കെ തന്നെയാണ്, ഇതിനകത്ത് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ സീക്രട്ട് ഏജൻറ്റ് പിന്നെ എന്ത് ചെയ്താലും ഇപ്പം നല്ല രീതിയിൽ ഏറി പോകുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ കൂട്ടത്തിൽ ഇതും കൂടി ഒരെണ്ണം ഇരിക്കട്ടെ, വലിയ കാര്യമൊന്നുമില്ല.
എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.